ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഇനി മുതൽ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 6th സ്റ്റാൻഡേർഡിലെ വഴികാട്ടി, 5th സ്റ്റാൻഡേർഡിലെ വഴികാട്ടി, 7th സ്റ്റാൻഡേർഡിലെ വഴികാട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് വേണം എന്നുള്ളവർക്ക് കമൻറ്റ് ഇടാനുള്ള ഒരു ഇത് ഞാൻ കമൻറ്റ് ഇട്ട് താഴെ കമൻറ്റ് ബോക്സിൽ വെക്കാം. വേണം എന്നുള്ളവർ അതിൻ്റെ താഴെ കമൻറ്റ്സ് ഇടുക. കമൻറ്റ്സിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സുകളാണ് പെട്ടെന്ന് വേണ്ടത്, ആദ്യം ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ്സ് ഇടുക. സ്റ്റാൻഡേർഡ് 6 ആണോ, 5 ആണോ, 7 ആണോ, 3 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിനി 4 ആണോ, 6 ആണോ, 7 ആണോ, ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പകരം പദങ്ങൾ കണ്ടെത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡ് 6 വഴികാട്ടി എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുക, എൻ്റെ ചാനൽ എടുത്തിട്ട് പ്ലേലിസ്റ്റ് എടുത്തിട്ട് അതിൽ നിങ്ങൾ ഹെഡിങ് നോക്കുക. സ്റ്റാൻഡേർഡ് 3 വഴികാട്ടിയാണോ, സ്റ്റാൻഡേർഡ് 3 വർക്ക്ഷീറ്റ് ആണോ, സ്റ്റാൻഡേർഡ് 3 ക്ലാസ്സുകളാണോ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് 6 വഴികാട്ടിയാണോ, ഏതാണ് സ്റ്റാൻഡേർഡ് 7 വഴികാട്ടിയാണോ, അവിടെ നിങ്ങൾക്ക് ക്യാപ്ഷൻ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ക്ലാസ്സിനനുസരിച്ചിട്ടുള്ള നമ്മുടെ വീഡിയോസ്. നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പകരം പദങ്ങൾ കണ്ടെത്താം. ചുവടെയുള്ള കവിതാഭാഗം വായിക്കുക. ഇതോടൊപ്പം ചേർത്തിരിക്കുന്ന പദങ്ങൾക്ക് പകരം പദങ്ങൾ പദപ്പെട്ടിയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ ഒരു കവിതയുണ്ട്, നമുക്കൊന്ന് പാടി നോക്കാം. കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറകാൽ കറ്റനാമാഴിക്കക്കരയെത്തി, ഓളമെല്ലാം ഒരു കുലപ്പൂവായി താളമായൊളിപ്പൂൺപായി വിരിഞ്ഞോ. ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നറും കൗതുകത്തിൻ്റെ ഉള്ളിനുള്ളിലെ തെൻതുള്ളിയായി ഞാൻ ഊറി നിൽക്കുന്നൊരു ഞൊടി നേരം. അപ്പോൾ ഒരു കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറകിനാൽ കറ്റനാമാഴി കക്കരയെത്തി. ഓക്കെ, ഓളമെല്ലാം ഒരു കുലപ്പൂവായി താളമായൊളി പൂൺപായി വിരിഞ്ഞു. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ഒരു കൊച്ചു പൂമ്പാറ്റ അതിൻ്റെ പുള്ളിച്ചിറകിനാൽ കറ്റനാമാഴി കക്കരയെത്തി. കറ്റനാമാഴി എന്ന് പറഞ്ഞാൽ ഒരു കേടായ, ഒരു രസമില്ലാത്ത, ഒരു കറുത്തിട്ടുള്ള, ഒരു അഭംഗിയുള്ള ഒരു കടലിൻ്റെ അക്കരെ എത്തി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഓളമെല്ലാം ഒരു കുലപ്പൂവായി താളമയോളി പൂൺപായി വിരിഞ്ഞു. ഓളങ്ങളെല്ലാം, കടലിലെ ഓളങ്ങളെല്ലാം ഒരു കുലപ്പൂവുകളായി വിരിഞ്ഞു. മാത്രമല്ല താളമായൊളി പൂൺപായി വിരിഞ്ഞു. ആഭരണങ്ങളുടെ താളങ്ങൾ കേൾക്കാൻ പറ്റിയില്ലേ, അതിനനുസരിച്ചുള്ള ഒരു പൂവായിട്ട് വിരിഞ്ഞു. ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നറും കൗതുകത്തിൻ്റെ. ഉണ്ണിമോഹങ്ങൾ, ചെറിയ കുട്ടികളുടെ മോഹങ്ങൾ തുള്ളിക്കളിക്കുന്ന പോലെയുള്ള മണ്ണിലുള്ള കൗതുകങ്ങളുടെ ഉള്ളിനുള്ളിലെ തേൻ തുള്ളിയായി, അതിൻ്റെ ഉള്ളിലുള്ള ഒരു തേൻ തുള്ളി പോലെ ഞാൻ ഊറി നിൽക്കുന്നൊരു ഞൊടി നേരം. ഞാൻ അങ്ങനെ ആ ഒരു തേൻ തുള്ളി പോലെ ഊറി, തേനൊക്കെ അങ്ങനെ അടിയിൽ ഊറി നിൽക്കൂലേ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പൊടി കളിക്കാൽ, പഞ്ചസാര ഇട്ടാൽ ആ വെള്ളത്തിനടിയിലേക്ക് ഊറി നിൽക്കൂലേ, അതുപോലെ ഊറി നിൽക്കുന്ന ഒരു സമയം, ആ ഒരു ഊറി നിൽക്കുന്ന ആ ഒരു അല്പനേരം, പെട്ടെന്ന് ആ ഊറി നിന്ന് പിന്നെ കലങ്ങിപ്പോവില്ലേ, അപ്പോൾ ആ ഒരു കുറച്ച് സമയമേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ഈ വരികളിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇനി നമുക്കിതിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ചുവടെയുള്ള കവിതാഭാഗം വായിക്കുക. ഇതോടൊപ്പം ചേർത്തിരിക്കുന്ന പദങ്ങൾക്ക് പകരമുള്ള പദങ്ങൾ പദപ്പെട്ടിയിൽ നിന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച്, അല്പം എന്നൊക്കെയാണ് അർത്ഥം. അത് നമ്മളിവിടെ കാണുന്നില്ല. ഓക്കെ, ദെൻ കറ്റൻ എന്ന് പറഞ്ഞാൽ കറുത്തവൻ എന്നർത്ഥമുണ്ട്. ആഴി സമുദ്രമാണ്. ഞൊടി നേരം അല്പനേരം, പെട്ടെന്ന്, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. പൂൺപ് എന്ന് പറഞ്ഞാൽ ആഭരണമാണ്. പൂവ് എന്ന് പറഞ്ഞാൽ മലർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ചെറ്റ് കുറച്ച്, കറ്റൻ കറുത്തവൻ, ആഴി സമുദ്രം, ഞൊടിനേരം അല്പസമയം, അല്പനേരം എന്നാണ് നമ്മുടെ പദപ്പെട്ടിയിലുള്ളത്. പൂൺപ് ആഭരണം, പൂവ് മലർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രവർത്തനം 2. മാതൃക പോലെ പദങ്ങൾ പിരിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുക. നിൽക്കുമോമന ചന്തം, നിൽക്കും ഓമന ചന്തം, നിൽക്കുമോമന ചന്തം. അവരെഴുതിയത് നോക്കൂ, നിൽക്കും ഓമന ചന്തം.
മനസ്സിലായോ? പിരിച്ചെഴുതുന്നത് നമ്മൾ ചെറിയ ക്ലാസ്, ഇപ്പോൾ 3ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ്സിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിരിച്ചെഴുതാനൊക്കെ പഠിക്കുന്നത്. അപ്പോൾ 4ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് പിരിച്ചെഴുതുക എന്നുള്ളത്. അപ്പോൾ ഈ 6ാം ക്ലാസ് എത്തിയപ്പോഴേക്കും നിങ്ങൾ നല്ല പോലെ പഠിച്ചിട്ടുണ്ടാവും. നിൽക്കും, ഓമന, ചന്തം. ഓക്കെ, അടുത്തത് താമര തണ്ട് എറിഞ്ഞു. എങ്ങനെയാണ് നമ്മൾ കൂട്ടി വയ്ക്കുക? അതങ്ങ് കൂട്ടി അങ്ങ് വായിച്ചാൽ മതി. താമര തണ്ട് എറിഞ്ഞു. മനസ്സിലായോ? സിമ്പിളാണ്. നിങ്ങളത് കൂട്ടി അങ്ങ് വായിച്ചേക്കുക. താമര തണ്ട് എറിഞ്ഞു. നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, അല്ലാണ്ട് താമര തണ്ട് എറിഞ്ഞു എന്ന് നമ്മൾ പറയുമോ? ഇല്ല. ഒരു താമരൻ്റെ തണ്ട് എറിഞ്ഞു, ഒരു താമരത്തണ്ട് എറിഞ്ഞു, അങ്ങനെയല്ലേ നമ്മൾ പറയുക. അപ്പോൾ അത് താമര തണ്ട് എറിഞ്ഞു അങ്ങനെ കൊടുത്താൽ മതി. നിൽക്കയാണൊരു, അപ്പോൾ അവിടെ നിൽക്കുക എന്നുണ്ട് അല്ലേ? നിൽക്കുക ആണ് ഒരു, നിൽക്ക ആണ് ഒരു, നിൽക്കുക ആണ് ഒരു. കറ്റനാം ആഴി കക്കരയെത്തി. കറ്റനാം ആഴി വേറെയാണ്, നമ്മൾ കണ്ടു. ആഴി സമുദ്രമാണ്. കറ്റനാം ആഴി, ആഴിക്ക് അക്കരെ എത്തി. അപ്പോൾ താമരത്തണ്ടെറിഞ്ഞു, നിൽക്ക ആണ് ഒരു, കറ്റനാം ആഴിക്ക് അക്കരെ എത്തി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 3ാമത്തെ പ്രവർത്തനം, വാക്യങ്ങൾ നിർമ്മിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ തേങ്ങ എന്ന പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതൂ. കരയുന്ന മഴ, ചുമന്നു കലങ്ങിയ വെയിൽ, കണ്ണീരുണങ്ങിയ നൂൽച്ചാൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് നിങ്ങൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. തേങ്ങ എന്ന ചെറുകഥ എടുക്കുക, ഒരു 2-3 തവണ വായിക്കുക. ഈ കരയുന്ന മഴ എന്ന് കണ്ട അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ചുമന്നു കലങ്ങിയ വെയിൽ എന്ന് കണ്ട അവിടെ സ്റ്റോപ്പ് ചെയ്യുക. കണ്ണീരുണങ്ങിയ നൂൽച്ചാൽ കണ്ട അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ആ 3 കാര്യങ്ങൾ പറഞ്ഞ വാക്യങ്ങൾ അതേപോലെ എടുത്തിവിടേക്ക് എഴുതുക. സിമ്പിളാണ്. കരയുന്ന മഴ. ആരോ കരയുന്നത് കേട്ടു നടുപാതിരയ്ക്ക് അവൾ നടുങ്ങിയുണർന്നു. മഴ കരയുന്നു, പേർത്തും എണ്ണിപ്പെറുക്കി കരയുന്നു. മനസ്സിലായോ? ഇത് നിങ്ങളുടെ തേങ്ങ എന്ന കഥാഭാഗത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കുക കേട്ടോ. ചുവന്നു കലങ്ങിയ വെയിൽ. തോപ്പിൽ ചുവന്നു കലങ്ങിയ വെയിൽ ഓടിയിരുന്നു. നനഞ്ഞു കുമിഞ്ഞ ഓലകൾ ചവിട്ടി അവൾ 1ാമത്തെ തെങ്ങിൻ ചോട്ടിലെത്തി. തോപ്പിൽ ചുവന്നു കലങ്ങിയ വെയിൽ ഓടിയിരുന്നു. നനഞ്ഞു കുമിഞ്ഞ ഓലകൾ ചവിട്ടി അവൾ 1ാമത്തെ തെങ്ങിൻ ചോട്ടിലെത്തി. ചുമന്നു കലങ്ങിയ വെയിൽ അവിടെ വന്നു. കണ്ടോ? ഇനി കണ്ണീരുണങ്ങിയ നൂൽച്ചാൽ. ഒരു തെളിഞ്ഞ മുഖം കാണാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. കവിളിൽ കാണപ്പെട്ട കണ്ണീരുണങ്ങിയ നീർച്ചാലുകൾ കണ്ടു. കണ്ണീരുണങ്ങിയ നീർച്ചാലുകൾ. അപ്പോൾ ഇത്രയും പ്രവർത്തനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ബാക്കി ഇന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ബാക്കി സീരീസ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഏത് ക്ലാസ്സാണ് പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന്. ഒരു വോട്ടിംഗ് ചെയ്യുക. കൂടുതൽ കമൻറ്റ്സ് പറയുന്ന ക്ലാസ് ഏതാണോ അത് നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക. അതിൽ ഓൾ എന്നാക്കി വെക്കുക. ഓക്കെ, പിന്നെ ഷാസ് ഓൺലൈൻ ട്യൂഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ട്യൂഷനിൽ ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. 8075324835. 8075324835. നമ്മൾ +1 +2 മാത്തമാറ്റിക്സ് ട്യൂഷൻ അവൈലബിൾ ആണ്. മാത്രമല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ് വരെയുള്ള എല്ലാ സബ്ജക്ട്സ് ട്യൂഷനും നമ്മൾ ഓരോ കുട്ടികളെ പരിഗണിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ്സും ഗ്രൂപ്പും കാര്യങ്ങളൊന്നുമല്ല, ഓരോ കുട്ടീനെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്